വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അബുദാബിയിൽ നിന്നുള്ള വെൽവിഷക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ കർത്താവേ. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡേ ടൈമിലുള്ളൊരു നല്ല ജോലി കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുമൂലം കുഞ്ഞുങ്ങളെ നന്നായി കെയർ ചെയ്യുവാനുള്ള ഒരു അവസരം കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരന് മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും വലിയൊരു വിടുതൽ കർത്താവ് നൽകണമേ. ബിസിനസ്സിൻ്റെ മേൽ അനുഗ്രഹത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം ആത്മീയമായ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദുബായ് ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ള ജോണിനും മിനിക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹയെയും നെഫിനെയും നല്ലൊരു ഭാവി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. സ്നേഹിക്ക് 10th ബോർഡ് എക്സാമിൽ വളരെ നല്ല ഒരു റിസൾട്ട് നൽകി ആ മോളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിനിയുടെ സകല രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൂടാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദുബായ് ബ്ലെസ്സിങ് സെൻറ്ററിന് സ്വന്തമായ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അതോടൊപ്പം വടുതലയിൽ നിന്നുള്ള ആലീസ് ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമകൾക്ക് കർത്താവെ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ മകൾക്ക് ആരോഗ്യമുള്ളൊരു പൈതലിനെ നൽകി, നോർമൽ ഡെലിവറി നൽകി, സമാധാനം നിറഞ്ഞൊരു കുടുംബജീവിതം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ. താനും പ്രഗ്നൻ്റ് ആയിരിക്കാൻ കർത്താവെ ആരോഗ്യമുള്ള ഒരു പൈതലിനെ കർത്താവ് നൽകണമേ. ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള കുടുംബത്തിൽ മുഴുവൻ ദൈവിക സമാധാനം വാഴുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സമയത്ത് കർത്താവെ ഓരോ സ്പോൺസറെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒറ്റപ്പാലം സെപ്റ്റംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. AH ഗാലറി ഓഡിറ്റോറിയം, KVM പ്ലാസ, മെഗാ മാളിന് സമീപം, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി സെപ്റ്റംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മുതൽ ശ്വാസം മുട്ടൽ എന്ന അസുഖമുണ്ട്. ഓക്കെ. 2 വർഷത്തിന് മുൻപ് ഈ രോഗത്തിൻ്റെ കാഠിന്യത കണ്ടു തുടങ്ങി. 2 വർഷത്തിന് മുമ്പ്, ഇപ്പോൾ ഈ ശ്വാസം മുട്ടൽ വരുമ്പോഴേക്കും ചുമയും കൂടെ വരും. 2 വർഷത്തിന് മുമ്പ് ചുമ വരുമ്പോഴേക്കും ബ്ലഡ് കൂടെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ആ സമയം ഡോക്ടേഴ്സിനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു,
വാൽവിന് കൂടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. വാൽവിന് കംപ്ലൈൻ്റ് ഉണ്ട്. വേഗത്തിൽ തന്നെ ഒരു സർജറി നടത്തണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്തെല്ലാം ആൻറ്റി ബ്ലെസ്സിങ് ടുഡേ TV ആ സമയമായപ്പോഴേക്കും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയിരുന്നു. ഇതുപോലുള്ള നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ ആൻറ്റി പങ്കെടുക്കാൻ തുടങ്ങിയിരുന്നു. നമ്മുടെ കോഴിക്കോടുള്ള ബ്ലെസ്സിങ് സെൻറ്ററിൽ ആൻറ്റി വന്ന് ആരാധനയിൽ പങ്കെടുക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ 2 വർഷം മുൻപ് വീണ്ടും ഒരു ദിവസം ഇതുപോലെ രക്തം ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി കോൾ സെൻറ്ററിലെ നമ്പർ എടുത്തിട്ട് അങ്ങോട്ട് വിളിച്ചു. കോൾ സെൻറ്ററിലേക്ക് വിളിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അതിനു മുൻപ് പ്രെയർ ഡയറിയിൽ എഴുതി വെച്ചു, ഈ ഓപ്പറേഷൻ നടത്തുവാൻ യേശു അനുവദിക്കുകയില്ല, അതിനു മുൻപ് യേശു എന്നെ സൗഖ്യമാക്കും എന്ന് ആൻറ്റി എഴുതി വെച്ചു. അതിനുശേഷമാണ് കോൾ സെൻറ്ററിലേക്ക് വിളിച്ചത്. കോൾ സെൻറ്ററിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ നടത്തുവാൻ ദൈവം ഇടവരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ എല്ലാ ദിവസവും പ്രെയർ ഡയറി എടുത്തു വെച്ച് ആൻറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. സംഭവിച്ചത് 2 വർഷമായി ഇതുവരെയും സർജറി നടത്തിയിട്ടില്ല. സർജറി നടത്തേണ്ട ആവശ്യം വന്നില്ല. തന്നെയുമല്ല, ആൻറ്റി പറഞ്ഞത് പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ആ ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നത് നിന്നു, പൂർണ്ണമായിട്ടും നിന്നു. അതിനു മുൻപ് ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ ബ്ലഡ് ഒമിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് മുതൽ താൻ ബ്ലഡ് ഒമിറ്റ് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ശ്വാസമുട്ടലും നിന്നു. ഈ 2 അസുഖങ്ങളും ഒരുമിച്ച് യേശു കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല എന്നാണ് ആൻറ്റി പറയുന്നത്. ഇപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ആൻറ്റിയുടെ വാക്കുകളൊന്ന് കേൾക്കട്ടെ. ഇപ്പൊ നല്ല സൗകര്യമുണ്ട്. ആദ്യമൊന്നും എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ ബ്രദർ പറഞ്ഞെല്ലാം ശരിയാണോ? ശരിയാണ്. പിന്നെ ഈ ബ്ലഡ് ഇങ്ങനെ തുപ്പും, നേരത്തെ തുപ്പുമായിരുന്നു, പക്ഷേ ഈ സൗഖ്യം ലഭിച്ച ശേഷം അത് വന്നിട്ടില്ല. എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇത് ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, കുറച്ച് അധികം എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചു ഞാൻ. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് ബ്ലഡ് ഛർദ്ദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ കർത്താവ് എൻ്റെ അസുഖം മാറ്റുമെന്ന് ഉറച്ചു ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അസ്വസ്ഥതയില്ല. എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് നടക്കുമ്പോൾ ഭയങ്കര കിതപ്പ് വരും. പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് എത്ര ദൂരം വരെ വേണമെങ്കിലും എനിക്ക് നടക്കാനുള്ള ഒരു ശക്തി എനിക്ക് എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണ സാക്ഷ്യം തന്നെയാണ്. എൻ്റെ ഡോക്ടർ എനിക്ക് യേശു ആണെന്നുള്ള സാക്ഷ്യം കൂടെ ഞാനിവിടെ പറയുന്നു. കാരണം എത്രത്തോളം ഞാൻ വിഷമത അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇന്നേക്ക് 2 കൊല്ലം കഴിഞ്ഞു എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ഞാൻ 55 വയസ്സായി എനിക്ക്. ഇന്ന് ഞാൻ ഓഫീസിലൊക്കെ നടക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ എന്നോട് ഒരു അതിശയാണ്. കൈകൾ ഉയർത്തി യേശുവിനോടൊന്ന് സംസാരിക്കാമോ? കർത്താവേ, ഈ അമ്മയോട് ചേർന്ന് എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആസ്മാരോഗമോ ഇതുപോലെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ഉറങ്ങാൻ കഴിയാത്ത, ജോലി ചെയ്യാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത വിവിധ രീതിയിലുള്ള രോഗങ്ങൾ, അതെന്ത് തന്നെ ആയിരുന്നാൽ ഈ സാക്ഷ്യത്തോട് ചേർന്ന് സൗഖ്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ സ്വീകരിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിച്ച് രോഗസൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുക. വിശ്വാസത്താൽ പറയുക, കർത്താവേ, ആ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും വിടുതലുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. നമ്മുടെ ജീവകാരുണ്യ വിഭാഗമാണ് ദ മാസ്റ്റർ ചാരിറ്റീസ്. അതിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ രംഗത്ത്
പല നിലകളിൽ മറ്റുള്ളവരെ സഹായിക്കുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു സഹായമായി മാറുക. നമ്മൾ എഡ്യൂക്കേഷണൽ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളാണ് ഇന്ന് മുതൽ ചില ആഴ്ചകളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇതെന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പല നിലകളിൽ പ്രയാസം അനുഭവിക്കുന്ന പലരെയും സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഉദ്യമത്തിലൂടെ നമുക്ക് സാധിക്കും. വാച്ച് ദിസ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ. സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയെ നല്ല രീതിയിൽ സ്കൂളിലേക്ക് അയക്കുവാൻ പല മാതാപിതാക്കളും സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടുന്നു. ഒരു വീട്ടിൽ 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ അതവർക്ക് താങ്ങാവുന്നതിലും അധികം ഭാരമായിരിക്കും. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലായി കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് സഹായം നൽകാൻ ദ മാസ്റ്റർ ചാരിറ്റീസിനെ ദൈവം സഹായിച്ചു. ഓപ്പറേഷൻ എഡ്യൂക്കേഷന്റെ പ്രവർത്തനം അല്പം കൂടെ വിപുലമായി ഈ വർഷം നടത്തപ്പെട്ടു. വിദ്യാഭ്യാസ ജില്ലാ അധികാരികളാൽ നിർദ്ദേശിക്കപ്പെട്ട സ്കൂളുകളിലേക്ക് മാസങ്ങൾക്ക് മുൻപേ നമ്മുടെ സന്നദ്ധ സേവാ സംഘങ്ങൾ നേരിട്ട് ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് പ്രധാന അധ്യാപകരുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയതുകൊണ്ട് അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്താൻ സാധിച്ചു. ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ വിതരണത്തിനായിട്ട് ഞങ്ങൾ പോയ അനുഭവങ്ങൾ വളരെ മനോഹരമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിൽ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ അജണ്ട എങ്ങനെയായിരുന്നു ചെല്ലുമ്പോൾ തന്നെ ബ്രദർ രാമീൻ അല്പ നിമിഷങ്ങൾ മാത്രമുള്ള എന്തുകൊണ്ട് ഇതുപോലെ ഒരു ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ബ്ലെസ്സിങ് ടുഡേ നടത്തുന്നു അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമ്മൾ ആ സ്കൂളിൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്കൂളിൽ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ലഭിച്ച ലിസ്റ്റ് പ്രകാരം അവിടെയുള്ള കുട്ടികൾക്ക് നമ്മൾ ആ കിറ്റുകളെല്ലാം കൊടുത്ത് അതിനുശേഷം അത് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂളിലേക്ക് ഞങ്ങൾ ചെന്ന് അവിടെ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവൻ ഞങ്ങളോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് ബാഗ് കിട്ടിയില്ലല്ലോ. ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു, എന്താ അമ്മാൻ്റെ പേരെന്താ? പെട്ടെന്ന് അവൻ പറഞ്ഞു, എൻ്റെ പേര് ശ്രീശാന്ത് എന്നാണ്. ഞങ്ങൾ വേഗം തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കയ്യിലെ ലിസ്റ്റ് എടുത്തു വെച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ശ്രീശാന്ത് എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പല രീതിയിൽ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, എൻ്റെ പേര് ശ്രീശാന്ത് എന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അങ്ങോട്ട് കടന്നു വന്നത്. അദ്ദേഹം പെട്ടെന്ന് ഈ ശ്രീശാന്തിനോട് ചോദിച്ചു, അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ ഈ വർഷം പുതുതായിട്ട് വന്നതാണ്, അപ്പോൾ അവൻ പേര് കൊടുക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ പ്രധാന അധ്യാപകൻ പറഞ്ഞു, അവന് പേര് കൊടുക്കാൻ പറ്റിയില്ല, ഈ ഒരു പുതിയ അഡ്മിഷനായിട്ടുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അവൻ്റെ ബട്ടണുകളെല്ലാം പൊട്ടി, 1-2 ബട്ടണേ ഉള്ളൂ അവൻ്റെ ഷർട്ടിന്. മാത്രമല്ല അവൻ്റെ പാൻ്റെല്ലാം ഇങ്ങനെ കീറി വളരെ മുഷിഞ്ഞ ഒരു രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു ആ കുഞ്ഞിൻ്റെ കയ്യിൽ. മാത്രമല്ല അവൻ്റെ കയ്യിലൊരു ചെറിയൊരു കവറുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ. പ്രധാന അധ്യാപകൻ പറഞ്ഞു, മോനെ അടുത്ത വർഷം തരാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞതിന് ശേഷം ഈ പയ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് കണ്ണുനീര് വരാൻ തുടങ്ങി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കുടെ ഉള്ളിൽ ഒരു വലിയൊരു പ്രയാസം തോന്നി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു മകനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോൻ്റെ വീട്ടിലെങ്ങനെയാണ് കാര്യങ്ങളെന്നെല്ലാം ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, അവൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്,
അന്നേക്കുള്ള ആഹാരം തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ജോലിയില്ല. സ്കൂളിൽ നിന്ന് അവന് ലഭിക്കുന്ന ആ ഉച്ചഭക്ഷണമാണ് അവൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ ആഹാരം. അവനങ്ങനെ അവൻ്റെ വീടിനെ കുറിച്ച് പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ ഒരു ചെറ്റക്കുടിൽ പോലെയുള്ളൊരു വീടാണ്. ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ അവസാനം അവൻ പറഞ്ഞു, അവൻ കഴിഞ്ഞ 3 വർഷമാണ്, 5ാം ക്ലാസ്സിലേക്കായ ഒരു കുഞ്ഞാണ്. കഴിഞ്ഞ 3 വർഷം അവൻ ബാഗ് ഉപയോഗിച്ചിട്ടില്ല. അവന് ബുക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം അവൻ്റെ അച്ഛൻ അത് വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവൻ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന കവറുകൾ കൊണ്ടുവന്ന് അതിനുള്ളിലാണ് അവന് ലഭിക്കുന്ന പാഠപുസ്തകങ്ങൾ, സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന പാഠപുസ്തകങ്ങൾ അവൻ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല അവൻ പറഞ്ഞു, അവനൊരു കവറ് കിട്ടുക എന്ന് പറയുന്നത് പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാം വീട്ടിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മളൊരു എന്തെങ്കിലും കാര്യങ്ങൾ മേടിച്ചാൽ ഉടനെ അത് കവറിലാണ് കിട്ടുന്നത്. എന്നാൽ ആ ഒരു മകനെ സംബന്ധിച്ച് ഒരു കവറ് കിട്ടുന്നത് പോലും അവന് വളരെയധികം ബുദ്ധിമുട്ടേറിയൊരു കാര്യമായിരുന്നു. ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം തകർന്നു. ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ കൊടുക്കുവാനിരുന്ന ഒരു ബാഗ് എടുത്ത് ഞങ്ങൾ പ്രത്യേക അനുമതിയെല്ലാം വാങ്ങിയിട്ട് ഞങ്ങളത് ഈ പയ്യൻ്റെ കയ്യിലേക്ക് ഞങ്ങളത് കൊടുത്തു. ഞങ്ങൾ ആ ഒരു ബാഗിൻ്റെ ആ ഒരു കിറ്റ് ഞങ്ങൾ ഈ മകൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായ ഒരു സത്യസന്ധമായൊരു പുഞ്ചിരി. ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ഓപ്പറേഷൻ എഡ്യൂക്കേഷൻ നടത്തിയപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒത്തിരി ദൈവമക്കൾ ഇതിനു വേണ്ടിയിട്ട് പല രീതിയിൽ അവർ സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുവാനായിട്ട് ഇടയായത്. ഈ ഒരു അവൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള ഒരു വലിയൊരു നന്ദി, ഒരു ബിഗ് താങ്ക് യു അതിനുള്ളിലുണ്ടായിരുന്നു. ഇതുപോലെ അത് ഒരു കുഞ്ഞിൻ്റെ മാത്രം അനുഭവമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒട്ടനവധി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുഭവങ്ങൾ, പല സമ്മിശ്രകരമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണുവാനായിട്ടിടയായി. ബാഗ്, കുട, നോട്ട് പുസ്തകങ്ങൾ, മറ്റ് പഠന സാമഗ്രികൾ എന്നിവയാണ് ഒരു വിദ്യാർത്ഥിക്ക് നൽകുന്ന കിറ്റിലുണ്ടാവുക. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് അർഹതപ്പെട്ട സ്കൂളുകളെ ഈയൊരു സഹായ പദ്ധതിക്കായി കണ്ടെത്തി. സെന്റ് എ ചൈൽഡ് സ്കൂൾ, ഓരോ കുട്ടിയെയും സ്കൂളിലേക്ക് അയക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ ആപ്തവാക്യം. ഇതിനുവേണ്ടി സ്പോൺസേഴ്സിനെ കണ്ടെത്തുക എന്നതായിരുന്നു അടുത്ത കടമ്പ. 100 കണക്കിന് ആളുകൾ സഹായഹസ്തവുമായി എത്തി. പഠന സാമഗ്രികൾ ഓർഡർ ചെയ്തു. ഓരോ സ്കൂളിലേക്കും നേരിട്ട് ചെന്ന് വിതരണം നടത്തുവാനായിരുന്നു തീരുമാനം. അതനുസരിച്ച് 5 ടീമുകളുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലേക്ക് ട്രക്കുകളിൽ ബാഗുകൾ നീങ്ങി. വിതരണത്തിനുള്ള റൂട്ട് മാപ്പുകൾ കൃത്യമായി തയ്യാറാക്കി അവിടെ നിന്നും ഓരോ സ്കൂളുകളിലേക്ക്. സഹായത്തിന് അർഹതപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കൂളുകൾ മിക്കവയും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിലായതുകൊണ്ട് ടീം അംഗങ്ങൾക്ക് ആഹാരവും വിശ്രമവും ഉപേക്ഷിച്ചു പോലും പ്രവർത്തിക്കേണ്ടതായി വന്നു. ഒരു സ്കൂളിനു വേണ്ടി മാത്രം മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടതായി വന്ന സാഹചര്യവുമുണ്ടായി. വനാന്തരങ്ങളിലൂടെ, കാട്ടാറുകളിലൂടെ, ഏകാധ്യാപക സ്കൂളുകളിലൂടെ, അങ്ങനെ വാഹനങ്ങളിലൂടെ കടന്നുപോകാൻ സാധിക്കാത്ത ഇടങ്ങളിലൂടെ അനേക കിറ്റുകൾ നിറച്ച ഭാരമേറിയ ചാക്കുകൾ ടീം അംഗങ്ങൾ തലയിൽ ചുമന്നുകൊണ്ടെത്തിക്കുകയായിരുന്നു. ഓരോ സ്കൂളിലും ടീമിനെ സ്വീകരിക്കാൻ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്നുള്ള ചടങ്ങിനിടയിലാണ് കിറ്റുകളുടെ വിതരണം നടത്തിയത്. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ബ്രദർ ഡാമിയന്റെ വീഡിയോ സന്ദേശവും പ്രദർശിപ്പിച്ചിരുന്നു. ഈ വർഷത്തെ ഓപ്പറേഷൻ എഡ്യൂക്കേഷനിലൂടെ സഹായം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അവരത് ഏറ്റവും പ്രയോജനപ്പെടുത്തി ലഭിക്കുന്ന പുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ നന്നായി സൂക്ഷിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങി. അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കന്മാർക്കും നിങ്ങളെ ഈ സ്കൂൾ കിറ്റ് തന്ന് സഹായിച്ച ഇതിൻ്റെ ഡോണേഴ്സിനും ഒക്കെ ഒരു പ്രോത്സാഹനമാകാൻ അവരൊക്കെ ഹൃദയത്തിൽ സന്തോഷിക്കുന്ന രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനത്തോടെ, ഒരു ഉറപ്പോടുകൂടെ മുന്നിലേക്ക് പോകുക. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ബാഗും കുടകളും പുസ്തകങ്ങളും ലഭിക്കുമ്പോഴുള്ള വിദ്യാർത്ഥികളുടെ ആശ്ചര്യവും സന്തോഷവും ടീം അംഗങ്ങളുടെ ക്ഷീണത്തെ അലിയിച്ചു കളഞ്ഞു. പല അധ്യാപകരും ജനപ്രതിനിധികളും ഓപ്പറേഷൻ എഡ്യൂക്കേഷന് നന്ദി പറഞ്ഞു. ഇത്തരമൊരു സംഘടന ഈ ആശയം നടപ്പിലാക്കാൻ തീരുമാനമെടുത്ത് തന്നെ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അനേകമായിരം കഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ അനാവശ്യമായി കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത്. ആർഭാടമായ ജീവിതം,
അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്ന് സമ്പത്തൊക്കെ ചിലവാക്കപ്പോഴാണ് ഇത്തരം കാരുണ്യം ചെയ്യാൻ ആ വലിയ മനസ്സിന് തോന്നിയത് ഈശ്വരൻ്റെ കാരുണ്യം കാണുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഈ മനസ്സ് ദൈവം കൊടുത്തതിൽ ദൈവം അവരെ നല്ലവണ്ണം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലെസ്സിങ് ടുഡേയുടെ ഇന്നത്തെ ഈ പരിപാടി പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ബാഗും കുടയും പുസ്തകവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയപ്പോൾ തന്നെ അവർക്ക് എന്തുമാത്രം സന്തോഷത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവരുടെ പേരൻസും അവരുടെ കുട്ടികളും ഒക്കെ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഡാമിയൻ സാറിനെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. സാറ് ചെയ്ത ഇത്രയും വലിയ ഉപകാരങ്ങൾക്ക് സാറിൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാനൊരു 15 വർഷക്കാലമായിട്ട് ഈ സ്കൂളിലെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സർവീസ് ഈ സ്കൂളിൽ വന്നതിൽ പിന്നെ ആദ്യമായിട്ടാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു ഇങ്ങനൊരു സംഘടന ഈ സ്കൂളിൽ വരികയും ഈ വളരെ പാവപ്പെട്ട വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തതായിട്ട് എൻ്റെ അറിവിപ്പെട്ടിരിക്കുന്നു. വളരെയധികം പിന്നോക്കം നിൽക്കുന്ന വളരെ റിമോട്ട് ഏരിയ ഇവിടെ കുട്ടികൾ ഭൂരിപക്ഷവും തോട്ട മേഖലയിലും കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളുടെയൊക്കെ മക്കളാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്ത ഈ സംഘടനയെ അനുമോദിക്കുന്നു. ഓരോ ദിവസത്തെയും വിതരണത്തിന് പോകും മുമ്പ് ടീം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ആയിരങ്ങളിൽ നിന്ന് 10,000-ങ്ങളിലേക്കും കേരളത്തിൽ നിന്ന് ഇന്ത്യ മുഴുവനായും പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഞങ്ങളെ അനുവദിക്കണേ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, games and more. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഒറ്റപ്പാലം സെപ്റ്റംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. AH ഗാലറി ഓഡിറ്റോറിയം, KVM പ്ലാസ, മെഗാ മാളിന് സമീപം, മെയിൻ റോഡ്, ഒറ്റപ്പാലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴഞ്ചേരി സെപ്റ്റംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, കോഴഞ്ചേരി. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവ് അങ്ങയുടെ അദൃശ്യമായ കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. വിട്ടുമാറാതെയുള്ള തലവേദന, യു ആർ ഫെഡ് അപ്പ് വിത്ത് യുവർ ലൈഫ്. ഭയങ്കരമായി കഠിനമായ തലവേദന നിമിത്തം മരിക്കാൻ വരെ ചിന്തിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ആരാണെങ്കിലും ഇപ്പോൾ മുതൽ സൗഖ്യമുണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പറയുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ ആ ശരീരങ്ങൾ ഷെയ്ക്ക് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. ദൈവശക്തി, കർത്താവിൻ്റെ ശക്തി ആ ശരീരങ്ങളിലൂടെ പാസ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ, ലിവർ ക്യാൻസർ സൗഖ്യമാകട്ടെ, ലങ്സിലുള്ള തകരാറുകൾ മാറിപ്പോകട്ടെ, കിഡ്നികൾ പ്രവർത്തിക്കാത്തത് യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ, കിഡ്നി സ്റ്റോണുകൾ മാറിപ്പോകട്ടെ, പാൻക്രിയാസ് സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, അപ്പൻഡിസൈറ്റിസ് സൗഖ്യമാകട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ. ശരീരത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും ഇപ്പോൾ ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. മദ്യപാനം മാറിപ്പോകട്ടെ. പുകവലിക്കുന്ന സ്വഭാവം, ലഹരി മരുന്നിന് അടിമകളായിരിക്കുന്ന വ്യക്തികളൊക്കെ സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവേ അങ്ങ് അനുഗ്രഹിച്ചവർക്ക് പൈതങ്ങളെ കൊടുക്കണമേ. ഏതാവശ്യമാണെങ്കിലും ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ വിടുതൽ നൽകിയതിനായി നന്ദി പറയുന്നു. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് നന്ദി പറയുന്നു. ഇന്ന് ഒറ്റപ്പാലത്ത് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു, നാളെ കോഴഞ്ചേരിയിൽ നടക്കുന്നു. തീർച്ചയായും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ ക്ഷണിക്കുക. പ്ലീസ് ഡു കം. മാത്രമല്ല ഈ ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചകളും എല്ലാ ബ്ലെസ്സിംഗ് സെൻറ്ററുകളിലും നമ്മുടെ
അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുകയാണ്. കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലൂടെ ഒരേ സന്ദേശം എല്ലാ ഇടങ്ങളിലും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വരണം, നിങ്ങളെ കുടുംബമായി വരണം, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. ഒരുപക്ഷെ ആ ഒരൊറ്റ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കുള്ള വരവായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. പ്ലീസ് ടു കം. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും കാണാം. അതിനു മുൻപ് മീറ്റിങ്ങുകൾ നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago. 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572.